ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ എന്താണ് ഇന്ന് കുറച്ച് കൂടുതൽ മീൻ കിട്ടി. അപ്പോൾ എന്താണ് കരിഞ്ച എന്ന് പറഞ്ഞാൽ മുട്ടൻ കരിഞ്ച അല്ല, ഒരു വിധം ഇടത്തരം കരിഞ്ച. അത് ഒരു 3 കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരെണ്ണം എടുത്തുള്ളൂ. നല്ല പൈസ ആയി കരിഞ്ചയ്ക്ക്. പിന്നെ കൊച്ചുമത്തിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചു. പിന്നെ അപ്പോൾ അതെല്ലാം ഞാൻ വെട്ടി വെള്ളം ഒഴിച്ച് വെച്ച്. അപ്പം വെട്ടുന്നതൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞൊരു ഒരു പഴുത്ത ഏത്തയ്ക്ക ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നതായിരുന്നു. അപ്പം അതെടുത്ത് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അതിനകത്ത്. അപ്പം പിന്നെ ഇവിടെ തേങ്ങ തിരുമ്മലല്ല, ഇവിടെ കൂടുതലും ഇവിടെ കഴുത്തിയെടുക്കലാണ് പരിപാടി. ഇങ്ങനെ നമ്മൾ പൂളി എടുക്കും ചിരട്ടയ്ക്കകത്തുനിന്ന്. അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ തേങ്ങ തിരുമ്മും. ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ ഉമ്മ എനിക്ക് ഇതുപോലെ പൂളി വെച്ച് തരും. അപ്പോൾ ചില സമയത്ത് ഞാനത് ചെറിയ ചെറിയ പീസാക്കും. ചില സമയത്ത് അങ്ങനെയില്ല, ചിലപ്പം പെട്ടെന്ന് ധൃതിക്കിട്ട് അടിക്കും, മിക്സിക്കകത്തിട്ട് അടിക്കും. അപ്പം അങ്ങനെ ഇതാണ് ഞാൻ ചെറിയ പീസാക്കി ഞാനത് അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ കറിക്ക് അരയ്ക്കത്തില്ലേ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് കറിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പതിവ് പോലെ തക്കാളിയും പിന്നെ വടക്കംപുളിയും പച്ചമുളകും കൂടെ ഞാൻ കീറി ഇടുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇച്ചിരി വടക്കംപുളി ഇട്ടത് കുറഞ്ഞു പോയിട്ടാ. അപ്പോൾ അതുകൊണ്ട് പിന്നെ തിളച്ച് തൂകിയില്ല, എന്നാലും തൂകാറായി. അപ്പം നമ്മളിങ്ങനെ ഈ തിളച്ച് തൂകാറായി നിൽക്കുമ്പോൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ഇത് തിളച്ച് തൂകാറായി നിൽക്കുന്നത്. ഇതിനകത്ത് എന്തോ ഒരു സംഭവത്തിൻ്റെ അളവ് കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ മാങ്ങയുടെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല റോഡുള്ളത് കൊണ്ടേ, എന്നുവെച്ചാൽ മെയിൻ റോഡല്ല, ഉള്ളിലോട്ടുള്ള നല്ല റോഡുണ്ട്. അപ്പം ആ റോഡിൽ കൂടെ നമുക്കിപ്പം പിന്നെ പെട്ടി വണ്ടിക്കാരൊക്കെ വരും. വണ്ടിക്കാരൊക്കെ പച്ചക്കറിയും മീൻകാരും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോയി നമുക്ക് ഫ്രഷായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷെ എൻ്റെ വീട്ടിൽ പക്ഷെ അങ്ങനെ വീടിൻ്റെ അടുത്തോട്ട് വണ്ടിയൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ആരെങ്കിലുമൊക്കെ ഏർപ്പാടാക്കണം മീനിനൊക്കെ. അപ്പം എന്താണ് ഈ മാങ്ങയുടെ കാര്യം പറഞ്ഞു വന്നത്, സംഭവം പറയാൻ വിട്ടുപോയി. മാങ്ങ എന്ന് പറഞ്ഞാൽ പച്ചക്കറിക്കാർ വന്നപ്പോൾ ഞാൻ ഒരു കിലോ മാങ്ങ വാങ്ങിച്ചതാണ്, കടുമാങ്ങ ഇടാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു അച്ചാർ ഐറ്റം ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നെല്ലിക്കായും ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം മാങ്ങ വാങ്ങിച്ചു. അതപ്പം അരിഞ്ഞെല്ലാം എടുത്തപ്പം പിന്നെ മാങ്ങ അരിഞ്ഞെടുത്തപ്പോൾ മാങ്ങാണ്ടി അവിടെ വെച്ചിരുന്നു. 3 മാങ്ങ അരിഞ്ഞെടുത്തതിനകത്ത് 3 മാങ്ങാണ്ടി അവിടെ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്തെടുത്ത് ഈ മാങ്ങാണ്ടി വെച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പം കുറച്ച് മാങ്ങ കഷ്ണം ഇട്ട്, ബാക്കി മാങ്ങ കഷ്ണമല്ല, ഈ മാങ്ങാണ്ടിക്കകത്ത് നിന്ന് തന്നെ നമ്മളിങ്ങനെ ചെത്തി അതും ഇട്ട് മാങ്ങാണ്ടി അതിനകത്തിട്ട് എല്ലാം ഇട്ടങ്ങോട്ട് തിളപ്പിച്ചില്ല, ഇട്ടങ്ങോട്ട് അടുപ്പേ വെച്ചിട്ട് നമ്മുടെ ഈ കഴുകി വെച്ച കുറച്ച് മത്തി എടുത്തുള്ളൂ കേട്ടോ. ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി. 50 രൂപയുടെ മത്തി ആണെങ്കിൽ പോലും നമ്മളിപ്പം ഇന്ന് മീനും കൂടെ മറ്റേ കരിഞ്ചായം കൂടെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മത്തിയേ എടുത്തുള്ളൂ. അപ്പം ഞാൻ കരിഞ്ചായം ഒന്നും കഴിക്കത്തില്ല. അപ്പം മത്തിക്കറി ആകുമ്പോൾ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയിക്കോളും. മത്തിക്കറി നമുക്ക് ഇഷ്ടമാണ്. അപ്പം ഇച്ചിരി 2-3 മത്തി എടുത്ത് പൊരിക്കുകയും ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട് പ്ലാനിങ്. അപ്പം അങ്ങനെ അത് അടുപ്പേ കയറ്റി. പിന്നെ ഈ കരിഞ്ച മീൻ കഷ്ണത്തിലോട്ട് ഞാൻ മഞ്ഞളും ഉപ്പും മുളക് പൊടിയും പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി വെക്കുവാണ്. പിന്നെ നമ്മുടെ മുളക് പൊടിക്ക് കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് നല്ല ഡാർക്ക് കളറായിട്ട് അങ്ങ് മാറും കേട്ടോ. കാപ്പിപ്പൊടി കളറായിട്ട് മാറും, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചെറിയൊരു ഇതായിട്ടുണ്ട്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുരുമുളക് പൊടിയും ഇച്ചിരി ഇതായിട്ട് കട്ട പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഞാൻ കുഴച്ചങ്ങോട്ട് വെച്ചു, ഉപ്പുമൊക്കെ ഇട്ട്. അപ്പോൾ അവിടെ അത് അങ്ങ് പൊരിക്കാൻ അങ്ങ് വെക്കാം. നമുക്ക് ടൈമില്ല, കാരണം ഇവിടുത്തെ വാപ്പായ്ക്ക് വയ്യാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടേ പിന്നെ കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് നേരമൊന്നും മീൻ അരപ്പ് ചേർത്ത് വെക്കാനൊന്നും വെച്ചില്ല, അപ്പോഴേ എടുത്തങ്ങ് പൊരിച്ചു. അപ്പം മീൻകറി അടുപ്പത്ത് കയറ്റി. പിന്നെ ചോറും ഇന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കഴിയുമ്പോൾ അങ്ങ് അടച്ചെടുത്താൽ മതി, ചോറ് അങ്ങ് ആകും. അപ്പോൾ കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് നമുക്ക് വിളമ്പാമല്ലോ, ഫുഡ് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കരിഞ്ച ഞാൻ അങ്ങോട്ട് പൊരിക്കാൻ വെച്ചു. അപ്പോഴേക്കും ഞാൻ ഈ കറി അങ്ങ് തിളച്ച് തൂകാറായി. ഞാൻ പറഞ്ഞില്ലേ, മൂടിക്കകത്തൊക്കെ അങ്ങ് പറ്റിയിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഈ പറഞ്ഞതുപോലെ എന്തിൻ്റെ കുറവായിരിക്കുമെന്ന്. അപ്പോൾ ഉപ്പ് ഇച്ചിരി ഇട്ട് നോക്കി. അപ്പോൾ ഉപ്പിട്ട് നോക്കിയിട്ടും പിന്നെ ഇങ്ങനെ തിളച്ച് പതഞ്ഞ് വരുന്നുണ്ടായിരുന്നു.
അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇച്ചിരി പോയി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇച്ചിരിയും കൂടെ വടക്കംപുളി ഇട്ട് കൊടുത്തു. വടക്കംപുളി ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി. പിന്നെ അത് തിളച്ച് മൂടിക്കകത്തൊന്നും ആയില്ല. പിന്നെ ഞാൻ മൂടി കഴുകിയെല്ലാം മൂടി വെച്ചു. അങ്ങനെ അത് അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഏത്തയ്ക്ക, അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏത്തയ്ക്കകത്ത്, നല്ല ഏത്തയ്ക്ക, വെറുതെ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്. അത് തൊലി എടുത്ത് മാറ്റിയിട്ട് ഞാൻ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, നല്ല മധുരമുള്ള ഏത്തയ്ക്കായിരുന്നു കേട്ടോ. കാരണം ഇത് ചെയ്തപ്പോൾ നല്ല മധുരമുണ്ട്, ഫുഡ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പോൾ അതങ്ങനെ ഏത്തയ്ക്കായി അരിഞ്ഞ്, പിന്നെ എന്താണ് 3-4 പച്ചമുളക്, കാരണം മധുരമുള്ള സംഭവമാണെങ്കിൽ ഇച്ചിരി എരിവ് വേണമല്ലോ, അതിന് 3-4 പച്ചമുളകും കീറിയിട്ട് മുളക് പൊടി ഉപ്പും ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടില്ല, മുളക് പൊടി ഉപ്പും ഇട്ട് പിന്നെ എന്താണ് വേവിക്കാൻ വെച്ചു. അപ്പോൾ അത് ഈ അടുപ്പിന് തീ വലുതായിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എത്ര നേരം കാത്തിരുന്നാലും അലാറിനടിക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ ആ അടുപ്പിന് ഇച്ചിരി തീയുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഏത്തയ്ക്കയുടെ ചട്ടി അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങ് പെട്ടെന്നങ്ങ് വെന്തോളുമല്ലോ എന്ന് കരുതി. അപ്പോഴേക്കും നമ്മുടെ ദാണ്ടെ മത്തിക്കറിയൊക്കെ കുറച്ച് നേരം കൊണ്ട് തിളച്ച് വറ്റി എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ സെറ്റായിട്ടാണ്. ഒരു ചെറിയ ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമുക്ക് ഈ ശ്വാസം ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്കയെല്ലാം ഞാൻ നന്നായിട്ട് ആ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഉടച്ചെടുത്തിട്ട് ഞാൻ ഇതിനുള്ള അരപ്പ് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങാപ്പീരയും പിന്നെ നല്ല ജീരകവും, പിന്നെന്താണ് മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല, തേങ്ങാപ്പീരയും നല്ല ജീരകവും വെളുത്തുള്ളി, ഇത്രയും കൂടെ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചതേ ഉള്ളൂ. അരച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആ പീര അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കണം, അത്രയ്ക്ക് പേസ്റ്റായിട്ട് അരയരുത്. ജസ്റ്റ് ഒന്ന് അരച്ച് നമ്മൾ തോരത്തിനൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ, ഏത്തയ്ക്ക പച്ചടി. അപ്പോൾ നമ്മളിവിടെ ഏത്തയ്ക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെ ഒരു രീതി വെച്ചാണ് ഞാനിങ്ങനെ ഇന്നതൊക്കെ ചേർത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചല്ല. ഞാൻ എങ്ങും നോക്കി കണ്ടതോ പിന്നെ ഒന്നും ആരും പറഞ്ഞു തന്നതോ ഒന്നുമല്ല. നമ്മളെപ്പോഴും മിക്കവാറും പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിൽ കരുതിക്കൊണ്ടങ്ങ് ഏത്തയ്ക്ക വെച്ചങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മളിത് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ പച്ചടി ഏകദേശം റെഡിയാകും. പിന്നെ ലാസ്റ്റ് കടുക് താളിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അപ്പോൾ അതത്രയേ ഉള്ളൂ. ഞാൻ മീൻകറിയും തിളപ്പിച്ചു. പിന്നെന്താണ് മീനും പൊരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ചോറും വെച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചട്ടിക്കകത്തോട്ട് കൊച്ചു മത്തി ഇച്ചിരി അരപ്പ് വെട്ടിയിരുന്നു, അത് പൊരിക്കാനെടുത്തു. അത് അടുപ്പയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഫുഡൊക്കെ ഏകദേശം റെഡിയായി. ഞാൻ പച്ചക്കറി വേറെ ഒന്നും എടുത്തില്ല, ഏത്തയ്ക്ക പച്ചടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും എടുത്തില്ല. അപ്പം നമ്മുടെ പച്ചടിയിലോട്ട് ഇനി ഇതങ്ങോട്ട് താളിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. കടുവും ഉണക്കമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എല്ലാം കൂടെ താളിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ പച്ചടി ഇവിടെ റെഡിയാകും. ഏത്തയ്ക്ക പച്ചടി നല്ല അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എരിവും മധുരവും പാകത്തിനുള്ള ഉപ്പും എല്ലാം ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഒന്ന് അറിയിക്കുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ദാണ്ടേ നമ്മുടെ സൂപ്പർ മത്തനെന്ന് ഏത്തയ്ക്ക പച്ചടി, ദാണ്ടേ മത്തൻ പച്ചടി പോലൊക്കെ ഇരിക്കുന്നല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.